ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. എപ്പോഴും മോർണിംഗ് അല്ലേ കാണിക്കല്. ഇന്ന് സത്യം പറഞ്ഞാൽ നല്ല തിരക്കും ഓട്ടപ്പാച്ചിലുമായിരുന്നു. അങ്ങനെ രാവിലെ മൊത്തം ഓട്ടോ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നല്ല തലവേദനയായി. ഫുഡ് കഴിച്ചിട്ടൊന്ന് മയങ്ങാന്ന് വെച്ചപ്പോഴത്തേക്കും കുട്ടി ആകെ കരച്ചിലും ബഹളമായി. ഈ താങ്ങാൻ ആളുണ്ടെങ്കിൽ തളർച്ച കൂടുവന്നല്ലേ. ഇവിടെ തളർച്ചയ്ക്ക് ഒരു പ്രസക്തിയില്ല, കാരണം നമ്മൾ തന്നെ എല്ലാ കാര്യത്തിനും ഓടണം. അങ്ങനെ നേഹക്കുട്ടീനെ ഉറക്കിയിട്ട് വന്നപ്പോഴത്തേക്ക് പാല് വാങ്ങാനുള്ള സമയം. പിന്നെ സൊസൈറ്റി പോയി വേണം പാല് വാങ്ങിക്കുക. അങ്ങനെ പാലൊക്കെ വാങ്ങിയിട്ട് വന്ന് നല്ല മസാലയൊക്കെ ഇട്ട് ഒരു ചായ ഇങ്ങോട്ട് ഉണ്ടാക്കി കുടിച്ച് വന്ന തലവേദന എങ്ങോട്ടോ പമ്പ കിടന്നു. അപ്പോഴാണ് കൊറിയർ വന്നത്. പിന്നെ കുട്ടി അടുത്ത ബഹളം, അവൾക്ക് അതെന്താണെന്ന് കാട്ടിക്കൊടുക്കണം. അങ്ങനെ ഞാൻ അത് തുറന്ന് കാണിച്ചു കൊടുത്തപ്പോൾ ആൾ കരുതി കളിക്കുന്ന എന്തോ ടോയ് ആണെന്ന്. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങിച്ചൊക്കെ നോക്കലുണ്ട്. ഇതൊരു ധൂപ സ്റ്റാൻഡാണ്. മുന്നേ എനിക്ക് ഒരെണ്ണം ഉണ്ടായിരുന്നത് താഴെ വീണ് പൊട്ടിപ്പോയി. അതിനുശേഷം ധൂപം കത്തിക്കുമ്പോൾ നീക്കുട്ടി കയറി പിടിക്കും. അങ്ങനെ എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാനിത് ഒരു വുഡിൻ്റെത് കണ്ടത്. ഇത് ലോ പ്രൈസിൽ നല്ല ക്വാളിറ്റിയുള്ള അത്യാവശ്യം വലുപ്പമൊക്കെ ഉള്ള ഒരു സാധനമാണ്. എനിക്കിഷ്ടപ്പെട്ട് അങ്ങനെ അതൊക്കെ കാട്ടിക്കൊടുത്തോണ്ടിരുന്നു. അപ്പോൾ 2 ദിവസത്തേക്ക് വിളക്ക് കൊളുത്താനൊന്നും പറ്റത്തില്ല. അപ്പം ഞാൻ ഇന്ന് റൂം ഡീപ് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. കാരണം ഇന്ന് ഡീപ് ക്ലീൻ ചെയ്യേണ്ട ഡേ ആണ്. എനിക്കിന്ന് ഒട്ടും ടൈം കിട്ടിയില്ല. അപ്പം ഞാൻ ആ ഒരു സമയം നോക്കിയാണ് ക്ലീൻ ചെയ്യാനായിട്ട് കയറിയത്. ആദ്യം തന്നെ ഫാനിൽ നിന്ന് തുടങ്ങി. മുന്നേയൊക്കെ ആണെങ്കിൽ ഞാൻ മാസത്തിൽ ഒരിക്കലായിരുന്നു ഈ ഫാനും എ സിയൊക്കെ ഡീപ് ക്ലീൻ ചെയ്യുന്നത്. അങ്ങനെ ഇന്ന സമയത്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേയിൽ എനിക്ക് നല്ല പനി പിടിക്കുമായിരുന്നു. ജലദോഷം, തുമ്മൽ. അങ്ങനെ നിഹക്കുട്ടിക്ക് ആ ഇടയ്ക്കൊക്കെ എപ്പോഴും ഇതേ ഉണ്ടായിരുന്നുള്ളൂ. എപ്പോഴും തുമ്മി ഇരിക്കുമായിരുന്നു. അങ്ങനെ ആ ഒരു സമയത്ത് നിഹക്കുട്ടിയുടെ പീഡിയാട്രീഷ്യൻ ഡോക്ടർ അരുൺ സാറാണ് പറഞ്ഞത്, ഈ ആഴ്ചയിൽ ഒരു ദിവസമായിട്ട് ഡീപ് ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. ഷെൽഫ്, ഫാനി, എ സി, അങ്ങനെ സകലമാനതും അങ്ങനെ ടെസ്റ്റ് ഫുള്ള് മാറ്റണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് ആഴ്ചയിൽ ഒരിക്കലാക്കിയപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ നല്ല ചേഞ്ച് ഉണ്ടായി. തുമ്മലൊക്കെ നല്ല മാറിയിട്ടുണ്ട്. നിഹക്കുട്ടിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം അതിൻ്റെ മെഡിസിൻ പോലും കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഫാനകത്തൊക്കെ അത്രമാത്രം പൊടിയുണ്ട്. നമ്മൾ വീക്ക്ലി 1 ആയിട്ട് തന്നെ ക്ലീൻ ചെയ്തിട്ട് തന്നെ നല്ല പൊടിയുണ്ട്. അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ അടുത്ത റൂമിനകത്തോട്ട് കയറി. അപ്പോൾ ഇന്നത്തെ ദിവസം 2 ബെഡ്റൂം ക്ലീൻ ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. അങ്ങനെ 2 ബെഡ്റൂമും ക്ലീൻ ചെയ്ത് ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ കുട്ടീനെ ഉറക്കിയിട്ടേ പറ്റൂ. അത് ഞാൻ ഡെയിലി ചെയ്യലുള്ളതാണ്, രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ആയിട്ട്. പിന്നെ ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ഓപ്പൺ സ്പേസ് ഇവിടെയും വീക്കിലി 2 പ്രാവശ്യമായിട്ട് ക്ലീൻ ചെയ്യണം. കാരണം അത്യാവശ്യം പൊടി കയറുന്നൊരു സ്പേസാണ്. വിൻഡോ അടുത്തുണ്ടായതുകൊണ്ട് നല്ല പൊടിയാണ് എപ്പോഴും. അങ്ങനെ ഞാൻ അവിടെയും കൂടെ ഒക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ കുട്ടി ഭയങ്കരമായിട്ട് വികൃതികളൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. എൻ്റെ ലക്ഷ്യം ഇത് പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുക്കുക, കുളിച്ചിട്ട് വന്ന് റെസ്റ്റ് എടുക്കുക. അത്രമാത്രം ഞാൻ ടയേർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഭാഗം അയൺ ചെയ്യുന്ന ഒരു ഏരിയ ആണ്. പക്ഷേ എൻ്റെയും കുട്ടിയുടെ സകല സാധനവും അതിൻ്റെ പുറത്ത് കാണും. പിന്നെ അവിടെയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നേരെ പോയി ഒന്ന് കുളിച്ചിട്ട് വന്ന് പിന്നെ അടുക്കളയിലോട്ട് പോയപ്പോൾ നല്ല ചൂട് പായസം ഉണ്ടായിരുന്നു. അങ്ങനെ പായസം ഇന്ന് ജാൻകുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും ഒക്കെ എടുത്ത് കഴിച്ചിട്ട് പിന്നെ നേരെ റെസ്റ്റ് എടുക്കാനായിട്ട് പോയി. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സീ യു.